വാജിബാത്തു സ്വലാത്ത്, നിസ്കാരത്തിൽ നിർബന്ധമായിട്ടും നമ്മൾ ചൊല്ലേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനാണ് വാജിബാത്ത് എന്ന് പറയാം. അപ്പോൾ ഷുറൂത്തു സ്വലാത്ത് എന്ന കിതാബിൻ്റെ അവസാന ഭാഗത്താണ് നമ്മളുള്ളത്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇപ്പോൾ ഷർത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് പുറത്തുള്ള കാര്യമാണ് അല്ലെ. 9 ഷർത്തുകളിൽ നിന്ന് നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഇപ്പോൾ റഫ്ഉൽ ഹദസ് അത് നിസ്കാരത്തിന്റെ ഷർത്താണല്ലോ. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണം. അത് നിസ്കാരത്തിന് ഉള്ളിലാണോ പുറത്താണോ? പുറത്താണ്, നിസ്കാരത്തിന്റെ പുറത്താണ്. ഈ 9 ഷർത്തുകളും പാലിച്ചാലേ നിസ്കാരം ശരിയാവുള്ളൂ. ഷർത്ത് പുറത്തുള്ള സംഗതിയാണ്. എന്നാൽ റുക്ൻ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഉള്ളിലാണ്. ഷർത്തും നിർബന്ധമായിട്ടുണ്ടാകണം, റുക്നും നിർബന്ധമായിട്ടുണ്ടാകണം. ഷർത്ത് പുറത്താണ്, റുക്ന് ഉള്ളിലാണ്. ഇപ്പൊ നിസ്കാരത്തിന്റെ റുക്ന് ഒരു ഉദാഹരണമാണ് ഖിറാഅത്തുൽ ഫാത്തിഹ. നിസ്കാരത്തിന് എന്ത് ഓതണം? സൂറത്തുൽ ഫാത്തിഹ ഓതണം. അത് നിസ്കാരത്തിന്റെ റുക്നാണ്. ഫാത്തിഹ ഓതാന്നുള്ള നിസ്കാരത്തിന്റെ ഉള്ളിലാണോ പുറത്താണോ? ഉള്ളിലാണ്. അപ്പൊ ഇതാണ് ഷർത്തും റുക്നും തമ്മിലുള്ള ഒരു മാറ്റം. ഷർത്ത് പുറത്താണ്, റുക്ന് ഉള്ളിലാണ്. ഈ റുക്നും വാജിബും തമ്മിലുള്ള മാറ്റം എന്താണ്? റുക്നും വാജിബും തമ്മിലുള്ള മാറ്റം, റുക്ന് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്, വാജിബും നിർബന്ധമായിട്ടും ചെയ്യേണ്ട സംഗതിയാണ്. ഒരാളൊരു റുക്ന് മറന്നുകൊണ്ട് ഒഴിവാക്കി, നഷ്ടപ്പെട്ടു. ഇപ്പൊ ഒരാള് ഒരു റക്കാത്തിൽ ഫാത്തിഹ ഓതിയില്ല. 2ാമത്തെ റക്കാത്ത് എത്തിയപ്പോഴാണ് മൂപ്പർക്ക് ഫാത്തിഹ ഓതിയിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പൊ മൂപ്പർ അവസാനം 2 സുജൂദ് ചെയ്തു. മതിയാകുമോ? മതിയാകൂല. കാരണം നഷ്ടപ്പെട്ട എന്താണ്? റുക്നാണ്. റുക്ന് നഷ്ടപ്പെട്ടാൽ സഹ്വിന്റെ സുജൂദ് ചെയ്താൽ പോരാ. അവരെന്ത് ചെയ്യണം? ആ നഷ്ടപ്പെട്ട റക്അത്ത് വീണ്ടും നിർവഹിക്കണം. റുക്ന് നഷ്ടപ്പെട്ട റക്അത്ത് വീണ്ടും നിർവഹിക്കണം. കാരണം ആ നഷ്ടപ്പെട്ട 1ാമത്തെ റക്അത്ത് ക്യാൻസലായി, അത് പരിഗണിക്കൂല. അത് വീണ്ടും നിർവഹിച്ചതിന് ശേഷം അവസാനം സഹ്വിന്റെ 2 സുജൂദ് ചെയ്യുക. എന്നാൽ വാജിബായ ഒരു സംഗതിയാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് 1ാമത്തെ തശഹുദ് നിസ്കാരത്തിന്റെ വാജിബാണ്. ഒരാൾ 1ാമത്തെ തശഹുദിൽ ഇരിക്കാൻ മറന്നു, അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റു, ഫാത്തിഹ ഓതി. അപ്പോഴാ മൂപ്പർക്ക് ഓർമ്മ വന്നത് എന്ത്? പടച്ചോനെ, തശഹുദിൽ ഇരുന്നിട്ടില്ലല്ലോ. അപ്പോ ആ റക്അത്തിൽ വീണ്ടും തശഹുദിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. പിന്നെന്ത് ചെയ്താൽ മതി? അവസാനം സഹവിന്റെ 2 സുജൂദ് ചെയ്താൽ മതി, മറവിയുടെ 2 സുജൂദ് ചെയ്താൽ മതി. അപ്പൊ വാജിബാണെങ്കിൽ സഹവിന്റെ 2 സുജൂദ് കൊണ്ട് അത് പരിഹരിക്കപ്പെടും. എന്നാൽ റുക്നാണെങ്കിൽ സഹവിന്റെ 2 സുജൂദ് കൊണ്ട് അത് പരിഹരിക്കപ്പെടൂല. ആ റുക്ന് നമ്മൾ വീണ്ടും നിർവഹിക്കണം. നഷ്ടപ്പെട്ടത് തിരിച്ചെടുത്തിട്ട് പിന്നെ അവസാനം സഹവിന്റെ സുജൂദ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഇതാണ് റുക്നും വാജിബും തമ്മിലുള്ള മാറ്റം. ഈ നിസ്കാരത്തിന്റെ സുന്നത്താണെങ്കിലോ, അത് നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ നിസ്കാരത്തിന് ഒന്നും സംഭവിക്കുന്നില്ല. അത് നിസ്കാരത്തെ ബാധിക്കുന്ന വിഷയമല്ല. ഇപ്പോൾ പ്രാരംഭ പ്രാർത്ഥന നിസ്കാരത്തിന്റെ സുന്നത്താണ്. ഒരാള് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയില്ല, അല്ലാഹുമ്മ ബാഇദ് ബൈനി ചൊല്ലിയില്ല, അത് അയാളുടെ നിസ്കാരത്തെ ബാധിക്കുമോ? നിസ്കാരത്തെ ബാധിക്കൂല. മനഃപൂർവ്വം ഒഴിവാക്കിയാൽ എന്തല്ല, നിസ്കാരത്തെ ബാധിക്കൂല. പക്ഷെ അയാൾക്ക് എന്ത് ചെയ്യൂല? ആ കൂലി കിട്ടൂല. ആ സുന്നത്ത് നഷ്ടപ്പെട്ടു, ആ കൂലി അയാൾക്ക് കിട്ടൂല. അപ്പൊ ഇതാണ് ഷർത്ത്, റുക്ന്, വാജിബ്, സുന്നത്ത് ഒക്കെ തമ്മിലുള്ള മാറ്റം.